ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറൊന്നുമല്ല, പിള്ളേരുമായിട്ട് കറങ്ങാൻ പോയതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഷിബി പറയുന്നുണ്ട് നമ്മുടെ മോളിലെ ഗെയിം സോണിൽ കൊണ്ടുവന്ന് കുറച്ച് സമയം കളിപ്പിക്കണമെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പോൾ ഒരു വർഷത്തിന് മേലിലായെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട്. ഇപ്പോൾ തങ്കു ചെറുതായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇവിടെ ലാസ്റ്റ് വന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പാർക്കിലും ഈ മോളിൽ വരുന്നുണ്ട്, പക്ഷേ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഗെയിം സോണിൽ കയറിയിട്ട് കളിച്ചിട്ടിപ്പോൾ ഒരു വർഷത്തിന് മുകളിലായേ. അപ്പോൾ ഇപ്പോൾ ഷിബി ആകെപ്പാടെ ബോറില്ല. ഇപ്പോൾ ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഷിബി അങ്ങനെ പുറത്തിറങ്ങി കളിക്കാറില്ല. പണ്ട് ഫുൾ ടൈം പുറത്ത് ആൾക്കാരുടെ കൂടെ കുട്ടികളുടെ കൂടെ കളിച്ചിരുന്ന കൊച്ചാണ്. ഇപ്പം തങ്കുവിൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞേക്കുന്നത് കൊണ്ട് തങ്കു ഒറ്റയ്ക്കേ ഉള്ളൂ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തങ്കുവിനെ കളിപ്പിച്ചുകൊണ്ട് വീട്ടിലിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളാരും ഇല്ലാത്ത സമയത്ത് പുറത്ത് അങ്ങനെ പോകണ്ടെന്ന് അമ്മ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് ഷിബിയും അത് അക്സെപ്റ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, അമ്മ ഞാൻ പുറത്ത് പോട്ടെ, പിള്ളേരുടെ കൂടെ കളിക്കാൻ പോട്ടെ. പക്ഷേ അങ്ങനെ എനിക്ക് വിടാനായിട്ട് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിടുന്നില്ല. ഞാൻ പറയും പുറത്ത് പോകണ്ട, നമുക്ക് പുറത്ത് പോയി കളിക്കാമെന്ന് പറയും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തങ്കു ആകെപ്പാടെ ഒരു എക്സൈറ്റഡാണ്. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഏത് കളിക്കണം, ഒരു രസമായിരുന്നു തങ്കുവിൻ്റെ കൂടെയുള്ള ഒരു ടൈമേ. പിന്നെ ശിവന്യ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ശിവന്യ കാർഡൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഗെയിം കളിക്കുമായിരുന്നു. ശിവന്യയുടെ കൂടെ അച്ഛനും ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട്. അപ്പം പിന്നെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഷിബി. പിന്നെ അത് കൂടുതലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, മതി നിർത്തിക്കോ, സമയം ഒത്തിരിയായി, ഇത് കൂട്ടാനാക്കിയായി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ജിയോ മാർട്ടിലെത്തി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. സാധനം വാങ്ങിക്കുന്ന കാര്യമൊന്നും പറയണ്ട, ഒരുത്തി അങ്ങോട്ട് ഓടുമ്പോഴത്തേക്കും ഒരാൾ അങ്ങോട്ട് ഓടും. തങ്കുവിന് ട്രോളി വരെ സ്വന്തമായിട്ട് എടുക്കണം. തങ്കു വീട്ടിലും അങ്ങനെ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കണം, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ മോളിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും സ്വന്തമായിട്ട് എടുക്കണം. അതിന് വേണമെങ്കിൽ അതിൽ പൂച്ച കിടന്ന് കരയുന്നത് പോലെ തറയിൽ കിടന്ന് ഒരൊറ്റ കരച്ചില്ല. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ടിയൊക്കെ മേടിച്ച് കൊടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോയത് മാർക്കറ്റിലോട്ടാണ് കേട്ടോ. മാർക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ജന്മാഷ്ടമി ആയിരുന്നല്ലോ ഇവിടെ. അപ്പം അതിൻ്റെ ഉറിയടിയൊക്കെ ഇന്നാണ്, ഒരു ഘോഷയാത്രയൊക്കെ ഇന്നാണ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പം ഘോഷയാത്രയൊക്കെ പോയിരിക്കുക. ഉറിയടിയൊന്നും കാണാനായിട്ട് ഞങ്ങൾക്ക് സമയമില്ല, രാത്രിയാവും. ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ അങ്ങ് വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.